കോഴിക്കോട് കാവിലുംപാറ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. മിഥില, വിവരങ്ങൾ എന്താണ് മിഥില? 12:30 മുതൽ തന്നെ കാവിലുംപാറ ഭാഗത്ത് ശക്തമായ മഴയുണ്ട്. 2:30യോടെയാണ് ഇത്തരത്തിൽ തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിൽ കണ്ടത്. കുറ്റ്യാടി ചുരത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന വനപ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ട്. അതാവാം ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിന് കാരണം എന്നാണ് കരുതുന്നത്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനെല്ലാം തന്നെ നമ്മൾ പറഞ്ഞതാണ്, കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലകളിലാണെങ്കിലും മറ്റ് മലയോര മേഖലകളിലാണെങ്കിലും തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ തൊട്ടിൽപ്പാലം പുഴയിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. കോഴിക്കോടിൻ്റെ ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ചാറ്റൽ മഴ മാത്രമാണുള്ളത്. എന്നാൽ ഗ്രാമീണ മേഖലകളിലേക്ക്, മലയോര മേഖലകളിലേക്കെല്ലാം പോവുകയാണെങ്കിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് താമരശ്ശേരി, മുക്കം ഭാഗങ്ങളിൽ, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാവിലുംപാറ, കുറ്റ്യാടി, നാദാപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. ശ്രീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തീരമേഖലയിൽ ഒരു പ്രത്യേക ജാഗ്രത വേണം എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെയാണ്. 9 ജില്ലകളിലെ തീരമേഖലയിലാണ് പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുള്ളത്. അതിൽ ജില്ലകൾ അല്പസമയത്തിനകം പ്രേക്ഷകരോട് പറയാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തീരമേഖലയിൽ ജാഗ്രത പുലർത്തേണ്ടത്. അതിൽ തന്നെ ഓരോ ജില്ലകളിലും മേഖല തിരിച്ചുകൊണ്ട് തന്നെ അറിയിപ്പ് വരുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലൊരു ജാഗ്രത വേണം. കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെ, അതുപോലെ എറണാകുളത്ത് മുനമ്പം മുതൽ മറുവക്കാട് വരെ, തൃശ്ശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോടാണെങ്കിൽ ചോമ്പാല മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂരിൽ വളവട്ടണം മുതൽ ന്യൂമാഹി വരെ, അങ്ങനെ 9 ജില്ലകളിൽ പ്രത്യേകമായി ഒരു ജാഗ്രത വേണം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. നാളെ 3 മണിവരെ, നാളെ പുലർച്ചെ 3 മണിവരെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം.